കണ്ണൂർ വാണിയപ്പാറ കല്ലറയിലെ ദുരൂഹതയിൽ പ്രതികരണവുമായി സിജോയുടെ ഭാര്യ നിഖില. സിജോയെ അപായപ്പെടുത്താൻ സാധ്യതയില്ല. സിജോയ്ക്ക് ആരുമായും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. 6 വർഷം മുൻപ് സിജോയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും നിഖില മീഡിയ വണ്ണിനോട് പറഞ്ഞു. സിജോ അല്ല എന്ന എൻ്റെ വിശ്വാസം. പിന്നെ കാരണന്മാർ പറയുന്നത് സിജോ ആണെന്നും പറഞ്ഞ പരാതി കൊടുത്തെന്ന്. എന്നാൽ അവർക്ക് സംശയം തീർക്കട്ടെ. 12 വർഷമായി സിജോ പോയിട്ട്. സിജോയിനെ അങ്ങനെ കൊണ്ടുപോയിടുവാണേലും വിലങ്ങാട കൊണ്ടുപോയിടാൻ സാധ്യതയുള്ളൂ. ഇപ്പം ഇവിടെയായിട്ട് സിജോ ആരുമായിട്ടൊരു ബന്ധപ്പാടില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിപ്പം ഇത്രയും വർഷം അന്വേഷിച്ചിട്ട് കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് സിജോ അല്ല എന്ന എൻ്റെ വിശ്വാസം. കാണാതെയായിട്ട് 6 വർഷം മുമ്പ് പരാതി കൊടുത്ത്, അത് കുറ്റിയാടിയിൽ. അങ്ങനെ ആരും അങ്ങനെ ഉപദ്രവിക്കേണ്ടതായ ഇതില്ല സിജോയ്ക്ക്. അതുകൊണ്ടാണ് സിജോ മദ്യപിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുകയുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, അപ്പോൾ സിജോയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള, സിജോയെ കാണാതായതുമായി ബന്ധപ്പെട്ടും ദുരൂഹതയുണ്ടായിരുന്നു. ഈ മൃതദേഹം സിജോയുടേതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാര്യ പറയുന്നത് മറ്റൊരു കാര്യമാണ്. തീർച്ചയായും ജിൽസി, സിജോസ് കറിയ എന്ന് പറയുന്ന കോഴിക്കോട് വിലങ്ങാട് സ്വദേശിയുടെ മൃതദേഹമാകാം ഈ കല്ലറയിൽ 3ാമതായി കണ്ടതെന്നുള്ളൊരു സംശയമാണ് വലിയ തരത്തിൽ ഉയരുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള പരാതി കഴിഞ്ഞ ദിവസം വീണ്ടും ഈ സിജോയുടെ കുടുംബം അവിടെ ഉന്നയിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് നിന്നുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസം പള്ളിയിലെത്തി പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ കല്ലറ തുറന്നു പരിശോധിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. എപ്പോഴാണ് സിജോയുടെ ഭാര്യ ഇത്തരത്തിൽ, അതായത് സിജോ ഇത്തരത്തിൽ അപായപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അവരിപ്പോഴും കരുതുന്നത് സിജോ എന്തായാലും ഈ മരണപ്പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിനകത്ത് അവർക്ക് വ്യക്തതയില്ല. പക്ഷേ സിജോ ഇവിടെ ഇത്തരത്തിലൊരാളെ അപായപ്പെടുത്തി ഇതിനകത്ത് കൊണ്ടിട്ട് അങ്ങനെയുള്ള ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ശത്രുതയോ സിജോയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അവർ വ്യക്തമായി പറയുന്നു. സിജോയ്ക്ക് മദ്യപാനശീലം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ആരെങ്കിലുമായിട്ട് വ്യക്തിപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ സിജോ കൊല്ലപ്പെടാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മൃതദേഹം മറച്ചു വെക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്കോ സിജോ പോയിട്ടില്ല എന്നുള്ളതാണ് അവർ കൃത്യമായി പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഉണ്ണിയേശു പള്ളിയിൽ അതിൻ്റെ സെമിത്തേരിയിൽ ഈ മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കോഴിക്കോട് നിന്നെത്തിയ മഠത്തിൽ അസീസ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുക. ഏകദേശം ഒരു അരമണിക്കൂറിനകത്ത് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കും. പിന്നീട് പോലീസ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതായത് 2ൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദുരൂഹതയുടെ അകത്ത് ഒരു അടിസ്ഥാനം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ 2ൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കുള്ള കാര്യങ്ങൾ കൂടി ഇതിനകത്ത് നിന്ന് എടുക്കേണ്ടി വരും. അത് കഴിഞ്ഞായിരിക്കും ഇതിനകത്ത് ദുരൂഹതയുടെ അകത്ത് ഒരു വ്യക്തത വരിക. ഏതായാലും പോലീസ് ഇപ്പോഴും പറയുന്നത് 2 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. അത് 2006ലും 2015ലും അടക്കം ചെയ്ത മറിയക്കുട്ടിയുടെയും ജെയിംസിന്റെയും മൃതദേഹങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തുള്ളത് സംശയങ്ങൾ മാത്രമാണ്. ആ സംശയം ദൂരീകരിക്കണമെന്ന പള്ളി അധികാരികളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കല്ലറ തുറക്കുന്നതിനുള്ള തീരുമാനത്തിലേക്കും നടപടികളിലേക്കും കടക്കുന്നത്. ഇരിട്ടി LR തഹസിൽദാറിന്റെ നേതൃത്വത്തിലുള്ള മജിസ്ട്രീരിയൽ ടീമാകും ഈ മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികൾക്ക് നേതൃത്വം നൽകുക. ഒപ്പം തന്നെ പേരാവൂർ DYSP ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും ഇവിടെയുണ്ട്. 3-4 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. പള്ളിയുടെ മുറ്റത്ത് സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. സെമിത്തേരിയിലേക്ക് പോകുന്ന ആ മേഖലയൊക്കെ പോലീസ് വടം കെട്ടി തിരിച്ചിട്ടുണ്ട്. അങ്ങോട്ട് മാധ്യമങ്ങൾക്കോ പ്രവേശനമില്ല. 3 മൃതദേഹങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ 9 സാക്ഷികളെ പോലീസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി നടപടികളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരു 10 മണിയോടുകൂടി തന്നെ ഈ മൃതദേഹങ്ങൾ കല്ലറ തുറന്ന് പുറത്തെടുക്കാനുള്ള നടപടികളിലേക്കാവും പോലീസ് കടക്കുക. ജിൽസി, എന്തായാലും വാണിയപ്പാറയിലെ ദുരൂഹത നീക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് പോലീസ്. ഇന്നിപ്പോൾ കല്ലറ തുറന്ന് വിശദമായ ഒരു പരിശോധന അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. അതിനിടയിലാണ് സിജോയുടെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് കൂടി ചില ആരോപണങ്ങൾ കുടുംബാംഗങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനുള്ളൊരു സാധ്യത കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കൂടി രംഗത്തെത്തിയിരിക്കുന്നത്.